ഇഞ്ചിച്ചെടിയുടെ മണ്ണിനടിയിൽ വളരുന്ന ഒരു കിഴങ്ങാണ് ഇഞ്ചി. ഒരു സുഗന്ധദ്രവ്യവും ഔഷധവുമാണ് ഇഞ്ചി. ഇഞ്ചി എന്ന മലയാള പദം ചിങ്കി വേർ എന്ന ദ്രാവിഡ മൂലപദത്തിൽ നിന്നുമുണ്ടായതാണ്. കിഴങ്ങ് തന്നെയാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. ഗവേഷണ സ്ഥാപനങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ലഭ്യത കുറവായതിനാൽ വിളവെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്നും നടുന്നതിലേക്ക് ആവശ്യമായ വിത്തുകൾ ശേഖരിക്കേണ്ടതാണ്. ഇങ്ങനെ വിത്തുകൾ എടുക്കുന്നതിലേക്കായി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രോഗകീടബാധമില്ലാത്ത തടങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കാവുന്നതാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിളവെടുക്കുന്ന വിത്തിഞ്ചി വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ മാസങ്ങളായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചുരുങ്ങാതെ രോഗകീടബാധയേൽക്കാതെയും സൂക്ഷിക്കേണ്ടതാണ്. ഇതിലേക്കായി പല രീതികൾ അവലംബിക്കാം. തണുപ്പുള്ള ഷെഡുകളിൽ കുഴികൾ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന രീതിയാണ് ഏറ്റവും എളുപ്പത്തിൽ വിത്തുകൾ സൂക്ഷിക്കാനുള്ള വഴി. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഇഞ്ചി കുമിൾനാശിനി, കീടനാശിനി എന്നിവയുടെ മിശ്രിത ലായനികളിൽ 30 മിനിറ്റ് മുക്കിയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. കുറച്ചു കാലം കൃഷിയൊന്നും ചെയ്യാതിരുന്നതിലും വളക്കൂറുള്ളതും ജീവാംശം കൂടിയതുമായ മണ്ണാണ് ഇഞ്ചി കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന മണ്ണ് നല്ല നീർവളർച്ചയുള്ളതും നല്ലതുപോലെ വായുസഞ്ചാരം ഉള്ളതുമായിരിക്കണം. കൂടാതെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന മണ്ണിൻ്റെ അമ്ലശേഷി സൂചിക 6-നും 7-നും ഇടയിലായിരിക്കണം. പുളിരസം കൂടുതലായി കാണപ്പെടുന്ന മണ്ണിൽ കുമ്മായം വിതറി അമ്ലരസം കുറയ്ക്കാവുന്നതാണ്. മണ്ണിൽ നിന്നും ധാരാളം ജലം വലിച്ചെടുക്കുന്നതിലും മണ്ണിലൂടെ രോഗകാരികളായ ബാക്ടീരിയകളെയും കുമിളുകളും പടരുന്നതിലും ഒരേ സ്ഥലത്ത് തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യരുത്. കുറഞ്ഞത് ഒരേ കൃഷി സ്ഥലത്തായി കൃഷിയുടെ ഇടവേളകൾ 2 വർഷം വരെ ആകാവുന്നതുമാണ്. മഴയെ മാത്രം ആശ്രയിച്ചുള്ള കൃഷിയാണെങ്കിൽ പുതുമഴ കിട്ടുന്നതോടുകൂടി നിലമൊരുക്കാവുന്നതുമാണ്.